പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. സ്കൂളൊക്കെ പിള്ളേർ വിട്ട് വരുന്ന സമയത്തേക്ക് ഒരു 4 മണിക്കാപ്പിയായിട്ട് നമുക്ക് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാം. അതായത് നമ്മുടെ സാധാ ആട്ടപ്പൊടിയില്ലേ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്, ആ ആട്ടപ്പൊടി കൊണ്ട് നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീറ്റ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഗോതമ്പ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് ആ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കണേ. വറുത്ത് കോരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തെടുക്കണം പൊടി. ചട്ടി ഒത്തിരി അങ്ങ് ചൂടായിപ്പോയാൽ നമ്മുടെ ഗോതമ്പ് പൊടി ആട്ടപ്പൊടി അങ്ങ് കരിഞ്ഞു പോകും. ജസ്റ്റ് നമുക്കൊന്ന് ചൂടായി വരികയേ ചെയ്യാവുള്ളേ. ഞാനൊരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തേലും ആവശ്യമുണ്ടോ അതനുസരിച്ച് നമ്മളെടുത്തോണം പൊടി. ഞാനൊരു 2 കപ്പ് പൊടി ചേർത്ത് കൊടുത്തേ. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഒത്തിരി നമ്മൾ റവയൊന്നും വറക്കുന്ന പോലെ വറക്കണ്ട, ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ. ഇപ്പം നല്ല മഴയുടെ സമയമൊക്കെയാണ്. നല്ല മഴയത്ത് നല്ല ചൂട് കാപ്പി, നല്ല ഒരു മധുരമുള്ളൊരു കൊഴുക്കട്ടയൊക്കെ നല്ല അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാവേ. ഒത്തിരി അങ്ങ് ഇതാകരുത്, എന്നാൽ നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആ പശപശപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വറക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ വറക്കുവാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റും ഉണ്ട്, ഇച്ചിരി ആ ഒട്ടലൊക്കെ അങ്ങ് കുറയും. അതുകൊണ്ടാണേ. അപ്പോൾ ഇത് അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കിതങ്ങോട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പം നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടുന്ന ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ ശർക്കര മേടിച്ചുകൊണ്ട് വരുമ്പോഴേ തന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. ഇനിയിപ്പം നമ്മുടെ ഈ ശർക്കരപ്പാനി ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഞാനിതേ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒത്തിരി വലിയ തേങ്ങ അല്ല, ഒരു ചെറിയ തേങ്ങയായിരുന്നു. അത് ഞാൻ ചിരണ്ടി വെച്ചതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഈ ശർക്കരയും ഈ തേങ്ങയും കൂടി ഇതിനകത്തൊന്ന് വിളയിച്ചെടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കാം. അല്ല നമ്മൾ സാധാരണ ചീകി ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ചിരണ്ടി ഇട്ടിട്ടൊക്കെ. പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ. തേങ്ങ ഒന്ന് ജസ്റ്റ് ഈ ശർക്കരപ്പാനിക്കകത്തൊന്ന് വേവുകയും ചെയ്യും, ആ മധുരമൊക്കെ ഒന്ന് പിടിച്ചേയും. നല്ലപോലെ അങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൊഴുക്കട്ടയ്ക്കകത്തേക്ക് വെക്കുമ്പോൾ വെള്ളമയം കാണും. അതുകൊണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ടേ 1 സ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ്. തികച്ചും ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കട്ടയ്ക്കൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്കിതിനകത്തേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാതെ. 1 നുള്ള്, അതിൽ കൂടുതൽ ഇടരുത്, ഒറ്റ 1 നുള്ള് മാത്രമേ. ഇത്ര 1 നുള്ള് എന്നാന്ന് വെച്ചാൽ ആ മധുരത്തിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് മാത്രം. നമുക്ക് എന്തേരം കൊഴുക്കട്ട ഉണ്ടാക്കണം അതനുസരിച്ച് മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുത്തോണം. ഞാനിപ്പോൾ ഇത് 100 ഗ്രാം ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കളറുണ്ട്. ഇവിടെ ഈ വെട്ടത്തിൻ്റെ പ്രശ്നമാണ് ഈ കളർ ഇങ്ങനെ കാണുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ആട്ടപ്പൊടി നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട്. നമ്മൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിക്കകത്താണെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ,
ഇങ്ങനെയൊന്ന് ഈ തേങ്ങ ഇങ്ങനെയൊന്ന് എന്താ പറയുക ഒന്ന് വിളയിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ശർക്കരയുടെ തേങ്ങയും കൂടെയുള്ള കൂട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ ഞാൻ ഒരു പാത്രത്തിലേക്കൊന്ന് നിരത്തി വെച്ചതാണ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊടിയായതുകൊണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് 1 സ്പൂണ് നെയ്യ്. ഇപ്പം നെയ്യ് ചേർക്കണമെന്നൊന്നുമില്ല. നെയ്യില്ലെങ്കിൽ നമുക്ക് ഓയിലായാലും ചേർക്കാം. 1 സ്പൂണ് നെയ്യും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യും നമ്മുടെ ഈ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഞാൻ ഈ പാത്രത്തിനകത്തിട്ട് കുഴയ്ക്കുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ നമുക്ക് കുഴച്ചെടുക്കാനായിട്ടേ. ആ നെയ്യും നമ്മുടെ ഗോതമ്പ് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരളവൊന്നും നമുക്കിപ്പോൾ വെള്ളത്തിന് പറയാൻ പറ്റില്ല. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അല്ലാതെ കറക്റ്റായിട്ട് ഇപ്പോൾ ഇത്രയും വെള്ളം ആയി അത്രയായെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ എടുക്കുന്നതിന് എനിക്ക് തോന്നുന്നു 1 ഗ്ലാസ് വെള്ളത്തോളം ആകും. അത്രയും ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2-2.5 കപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റ് ഈ 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്നിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കരുത്. അന്നേരം ചിലപ്പം ഇത് വെള്ളം കൂടിപ്പോവും. നമുക്ക് കൊഴുക്കട്ടയായിട്ട് എടുക്കാനുള്ളതല്ലേ. അപ്പം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തുണ്ട്. ഇത് എങ്ങനെ നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിന് 1 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിന് ചിലവായത്. പിന്നെ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ നമുക്കിനി. ഞാനിത് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കാവേ. നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഞാനിത് ഇങ്ങനെ ശകലം കയ്യേലിച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഒത്തിരി വലിപ്പത്തിലൊന്നും നമുക്ക് വേണ്ട. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കയ്യേലിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ഇച്ചിരി നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് തന്നെ ഇങ്ങനെയൊന്ന് തിന്നായിട്ട് ഇങ്ങനെയൊന്ന് എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് 1 സ്പൂണ് നമ്മുടെ കൂട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കും. നമ്മൾ സാധാരണ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് തന്നെ കയ്യരിച്ചിട്ട് വെള്ളം തൂത്തേക്കണം. എന്നാന്ന് ചോദിച്ചാൽ ഇതേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കി നമുക്ക് വെക്കാവേ. ബാക്കി ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഓരോന്നോരോന്നായിട്ട് നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ അടിപൊളി ഗോതമ്പ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഒന്ന് മുറിച്ച് കാണിക്കാം. അതിനകത്തിരിക്കുന്നു ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, അടിപൊളിയാണ്. ഇതിനകത്ത് തേങ്ങയും ശർക്കരയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് കുഴച്ചുകൊണ്ട് നെയ്യുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.